ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ടൊമാറ്റോ പച്ചടിയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ടൊമാറ്റോ പച്ചടിക്കുള്ള തേങ്ങയാണ് അരച്ചെടുക്കുന്നത്. ഇത് 1 കപ്പ് തേങ്ങയുണ്ട്. സ്വല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് അരച്ചെടുക്കണം. തേങ്ങ അരച്ചെടുക്കുന്നതിന് ഒരു 1/4 കപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്താണ് അരച്ചെടുത്തത്. ഇനിയും പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഈ പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. ഒരു 2 ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പില. ഇനി ചേർക്കുന്നത് 1/2 കപ്പ് സവോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്. ഇതിന് പകരം ചുമല ഉള്ളി വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം. ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. സവോളയും പച്ചമുളകും ഇഞ്ചിയും ചേർത്തതിൻ്റെ ശേഷം ഒരു 3-4 മിനിറ്റ് ഞാൻ ഇത് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ. ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ചേർക്കുന്നതിന് മുൻപേ സ്വല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. തേങ്ങ അരച്ചത് മിക്സ് ചെയ്യുന്നതിന് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയാണ്. ടൊമാറ്റോ ചേർത്തതിൻ്റെ ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. 250 ഗ്രാം ടൊമാറ്റോയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. സ്റ്റൗ ഓഫാക്കി കഴിഞ്ഞിട്ട് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞു. കറി സ്വല്പം ചൂട് കുറഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരാണ് ചേർക്കുന്നത്. 1/2 കപ്പ് തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാത്ത പരുവത്തിലാക്കി ഇതിൽ ചേർക്കണം. ഇനി ഇതിൽ ഞാൻ 1 ടീസ്പൂൺ കടുക് ചതച്ചെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇതുപോലെ ചാറ് ഒരുപാട് നീണ്ടു പോകരുത്, നല്ല കുറുകി ഇതുപോലെ ഇരിക്കണം. നല്ല രുചിയായ ടൊമാറ്റോ പച്ചടി റെഡി. ചോറിനെടുക്കാവുന്ന നല്ലൊരു കറിയാണിത്. അതുപോലെ തന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കും നല്ലതാണിത്.